രാധിക ഇനി ഈടെ ആണായിട്ട് ഞാനുണ്ട്. പിന്നെ ഈ എന്തിനാ ഓട്ടോ ഓടിക്കാൻ പോകുന്നു? നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. എനിക്കതൊന്നും കേൾക്കാൻ പറ്റൂല. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടെന്നറിയോ ഓട്ടോ മേടിച്ച്? അതെനക്കറിയൂല. കഷ്ടപ്പെട്ട് ഓട്ടോ മേടിച്ചാൽ മാത്രം പോരാ, ഓടിച്ച് 4 പൈസ ഉണ്ടാക്കണം. ദിവ്യമോൾ എൻ്റെ സ്വന്താ, ഞാനത് ആർക്കും കൊടുക്കൂല. ആരും അത് മോഹിക്കാൻ വേണ്ട, എനിക്ക് തന്നെ ഓടിക്കണം. വെറുതെ വേണ്ടപ്പാ, വാടക തരാം. എനക്കെൻ്റെ ഓട്ടോ വേണം. തരാൻ മനസ്സില്ല, നിങ്ങൾ പോയിട്ട് കേസ് കൊടുക്കും. അല്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് നല്ല ശീലല്ലേ. ഇത് എല്ലാം ഭാര്യ വരെ ചുട്ടിച്ചു ഇനി താക്കോലിങ്ങടുത്ത് ഇനി കളിക്കാതെ താക്കോലിങ്ങെടുക്കാൻ തരില്ല. രാധിക വെറുതെ തൊള്ള ഓർക്കണ്ട. ഈ നാടകിനെ അമ്മേനെ കെപ്പിക്കണം. ഒന്നുമില്ലമ്മ. കഥ കിടച്ചേര്. അമ്മ ഇച്ചിരി ഉപ്പുവെള്ളം എടുക്കോ? അമ്മ ഇതുവരെ ഓടി പൈസ അത് ഇനി തന്നെ വെച്ചേരും മോളെ. നിങ്ങൾ വെക്ക്, നമുക്ക് കുറേശ്ശെ കടങ്ങളൊക്കെ തീർക്കാം. ആ ഉച്ചയ്ക്ക് തന്നെ കഴിക്കണം, വിശന്നിരിക്കരുത്. ഇല്ല പോട്ടെ. ഇനി എൻ്റെ ദിവ്യമോളെ കൊണ്ട് എവിടെയും പോണ്ട, താഴെ ഇറങ്ങും. മാറിയിക്ക് സജീവ, എനിക്ക് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകാൻ സമയമായി. കുട്ടികളെ ഇന്നലെ വരെ ഞാനല്ല കൊണ്ടുപോയത്, എനക്കറിയാൻ കൊണ്ടുപോവാ. ഇറങ്ങിക്കോ. ഓരമ്മമാർ പറഞ്ഞു ഞാൻ കൊണ്ടുപോയാൽ മതിയെന്ന്. ഈ ടീച്ചറുമായിട്ടുള്ള ബന്ധം എനക്കറിയേ കേട്ടാ. ടീച്ചറല്ലേ എനിക്ക് ലൈസൻസ് എല്ലാം ശരിയാക്കി തന്ന്. നിങ്ങളെ കൂട്ടി ഞാൻ കാണുന്നുണ്ടേ, എന്നെ പൊട്ടനാക്കല്ലേ. മാറി സജീവ. ഞാൻ മാറൂല. നിങ്ങൾ ഒരു ദിവസമെങ്കിലും കുട്ടികളെ സമയത്ത് സ്കൂളിൽ കൊണ്ടാക്കിയിട്ടുണ്ടോ? എല്ലാ ദിവസവും ലേറ്റായി ചെന്നതിന് എൽസി മോൾ എത്ര ദിവസം പുറത്തു നിന്നിട്ടില്ലെന്ന് അറിയോ? അതല്ല നിങ്ങൾക്ക് എങ്ങനെ അറിയുന്നത്? ഓള് കരഞ്ഞിട്ടാ വീട്ടിൽ പോലെ. ഈ എന്ത് പറഞ്ഞാലും ഞാൻ മാറൂല. മാറി സജീവ. മാറൂലടി. അനക്ക് അങ്ങനെ പോണെങ്കിൽ എൻ്റെ ദേഹത്തൂടെ വണ്ടി കയറ്റി കയർക്ക്. കാണുന്നു ഇറക്ക് ഇറക്ക്.
ഓട്ടോ ആൻറ്റി എത്തിയോ? എൽസി ദേ ഓട്ടോ ആൻറ്റി വന്നു. രാധിക നേരത്തെ എത്തിയോ? നേരത്തെ ഒന്നും അല്ല ടീച്ചർ. കുട്ടികളെ മുഴുവൻ കയറ്റി വരുമ്പോഴത്തേക്കും കറക്റ്റ് ടൈം ആവും. ആന്റി ഇത് നോക്കിക്കേ, പുതിയ വാട്ടർ ബോട്ടിൽ. ഞാള് തലശ്ശേരിയിലെ ഡൗൺ ടൗൺ മോളിൽ പോയപ്പോ വാങ്ങിയതാ. അമ്പോ അടിപൊളി. പോവാം. ശരി, ബൈ മമ്മി. ബൈ ബൈ. ഞാൻ കുട്ടികളുടെ അമ്മമാരോട് പറഞ്ഞു ഇനി സ്ഥിരം രാധിക വരികയെന്ന്. എല്ലാരും ഹാപ്പിയാ. സജീവ, ഉം. നീ എവിടെയാ പോണേ? താലിബാനിലേക്ക്. എന്തിന്ന്? ഡാ, അതിന് എല്ലാവർക്കും സ്വന്തം വണ്ടിയുണ്ട്. ആരാത് കാണാനില്ലല്ലോ. ദിവ്യമോൾക്ക് ഇപ്പൊ ഓട്ടത്തോടോട്ടാ, മായിക്കാർക്ക് എല്ലാം ഇപ്പൊ പെണ്ണോട്ടോ മതി. എടാ, നീ വെറുതെ പബ്ജി കളിച്ചിരിക്കാണ്ട് ഭാര്യ പോയി 2 വീശ്, എന്നിട്ട് പോയി റെസ്റ്റ് എടുക്ക്. അതിനൊന്നും ഓനക്കൊണ്ട് ആ കയറിക്കോ. ചെല്ല്. ഡാ, അവന് മൊബൈലൊന്നും കൊടുക്കല്ലേ, അവൻ പരിപ്പ് എടുക്കും അതിന്റെ. എന്നാ ശരി, കാണാം. ആ ശരി. ഓക്കെടാ, പോയി വാ. എങ്ങോട്ടാ? സ്റ്റേഷനിലേക്കാ. കയറിക്കോ കയറിക്കോ. നിർത്തി. എവിടെയാ പോണ്ടേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? റീജൻ ബാറിൽ കേറിക്കോ. ഈടെയും പെണ്ണുങ്ങൾ ഓട്ടോ ഓടിക്കാൻ തുടങ്ങിയാ. അന്താ പെണ്ണുങ്ങൾ ഓട്ടോ ഓടിച്ചാ? എന്നും വൈകിട്ട് പരിമളം ഭാഗവതിയെ തൊഴുത് റീജന്റ് ബാർക്ക് 2 വീശിയില്ലെങ്കിൽ മനസ്സിന് ഒരു സുഖവും ഇല്ല. കിടന്നാ ഉറക്കം വരില്ല. ആ എന്ത് വേണം? 40 ഉറുപ്പ്യ. 40 ഉറുപ്പ്യ? ഞാൻ നിങ്ങളുടെ ആട്ടോ ഓടിച്ച ദുബായി നിങ്ങൾ പൈസ എടുക്ക്, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. പരിമളത്തിന് നേരത്തേക്ക് വരാൻ ഞാൻ സാധാരണ കൊടുക്കുന്ന 25 ഉറുപ്പ്യാണ്. ഓ, പെണ്ണോട്ടോക്ക് സ്പെഷ്യൽ റേറ്റ് ആയിരിക്കും. ആ, പെണ്ണുങ്ങ പറയുന്ന പൈസ കൊടുക്കാൻ ഇവിടെ കുറെ കോന്തന്മാരും ഉണ്ടല്ലോ. ഇതാ പിടിച്ചോ ഇതിന്റെ പൈസ. ചേച്ചി അങ്ങോട്ട് 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 പോട്ടെ, അങ്ങോട്ട് പോട്ടെ പോട്ടെ പോട്ടെ. ആ പോട്ടെ പോട്ടെ പോട്ടെ. ചാലക്കര പോണം. കേറിക്കോ.